ഒരു കൂട്ടുകുടുംബം, കുറെ കസിൻസ് അങ്ങനെ ആഘോഷങ്ങളിൽ വന്ന്, അത് ഞാൻ ഈ പറഞ്ഞ പോലെ രാപ്പകലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇപ്പോഴും ഞങ്ങളുടെ വീട്, അച്ഛനമ്മ, ഇപ്പൊ അവളും അങ്ങനെ വന്ന് നമ്മൾ തന്നെയാണ് എപ്പോഴും ഓണം. പിന്നെ ഇപ്പൊ അവളുടെ വീട്ടിൽ നിന്നും വരാൻ തുടങ്ങി, കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നല്ലാതെ അങ്ങനെ ഭയങ്കര ഒരു നിരന്നിരുന്ന് സദ്യ കഴിക്കുന്ന ഓർമ്മകളില്ല. സ്കൂളിൽ എനിക്ക് സ്കൂളിലെ ആ ഒരു അത്തപ്പൂക്കൾ ഇടുന്നതും മത്സരങ്ങളൊക്കെ തന്നെയാണ് ഓർമ്മ. സംഗീതത്തിന്റെ സിനിമകളൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആരായിരിക്കും? അച്ഛനും അമ്മ, ഭാര്യ, അങ്ങനെയാണോ? ഫ്രണ്ട്സ് ആണോ? ആരാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്? ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മളുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അത് എന്നെ എന്നുള്ളതല്ല, സിനിമകളെ ഭയങ്കര ക്രിട്ടിക്കലി കാണുന്ന ഒരു റെക്സ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്. എന്റെ ഏറ്റവും എന്താ പറയണ ഏറ്റവും ലോങ്സ്റ്റ് ഫ്രണ്ടാണ്. ചെറുപ്പം തുടങ്ങിയ ഞങ്ങള് LKG ഒക്കെ തുടങ്ങിയ എന്റെ ഏറ്റവും പ്രായം കൂടിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാവുന്ന ആളാണ്. അപ്പൊ അവൻ ആസ് ആൻ ഓഡിയൻ ഭയങ്കര ക്രിട്ടിക്കാണ്. വർക്ക് ചെയ്യുന്ന വേറെ മേഖലയാണെങ്കിൽ പോലും സിനിമേനെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോ അവനും പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇവര് നമ്മളെ പറ്റിയിട്ട് നല്ലത് പറയുകയാണെങ്കിലാണ് നമുക്ക് മറ്റേ ഓക്കെ എന്ന് തോന്നുന്നത്. അപ്പൊ അവനൊക്കെ പ്രേമലുവിനൊക്കെ ശേഷം, പ്രേമലു വരെ എപ്പോഴും ഇങ്ങനെ ഓരോ സിനിമകളൊക്കെ വരുമ്പോ എനിക്ക് എല്ലാവരും ഭയങ്കര സില്ലിയായിട്ട് കണ്ട് നല്ലത് മാത്രം പറയുമ്പോൾ ഇവരാണ് കുറച്ചും കൂടി നന്നാവാനുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റെക്സ് പ്രേമലു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അപ്പൊ നമ്മള് ലൈഫിൽ സെറ്റായി എന്നുള്ള പ്രതീക്ഷ ഇതായപ്പോ അവൻ എന്റെ അടുത്ത് പറഞ്ഞു, നീ അടിപൊളിയായിരുന്നു, നീ അപ്പൊ ഇപ്പൊ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു. അവനപ്പോഴും തുടക്കമായിട്ടുള്ളൂ. നമ്മള് എവിടെ എത്തിയെന്ന് വിചാരിക്കുന്നത് നമുക്കൊരു റിയാലിറ്റി ഹിറ്റ് ഇൻ എ ഗുഡ് വേ തരുന്ന ആൾക്കാരാണ്. അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാ? ഭാര്യ എങ്ങനെയാ? അവരൊക്കെ ഉറപ്പായിട്ടും ഭയങ്കര എന്റെ ഏറ്റവും ഇപ്പൊ ഞാൻ എഡിറ്റൊക്കെ ചെയ്തിരുന്ന സമയത്ത് പുട്ടിപ്പാളിസായ സിനിമകൾ പോലെ അടിപൊളിയാന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ഇവരൊക്കെ നമ്മളുടെ ഓരോ കുഞ്ഞി എഫേർട്സും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന, അതിൽ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആവുന്ന, സന്തോഷിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. എല്ലാത്തിലും സന്തോഷമാണ്.